മുന്നണിയിലേക്ക് പോയാൽ അവിടെ കോൺഗ്രസിൽ ഭിന്നസ്വരം ഉണ്ടായെങ്കിലും CPIM വിട്ടെത്തിയ ജി സുധാകരനെ ചേർത്ത് നിർത്തുകയാണ് UDF നേതാക്കൾ. ജി സുധാകരൻ നീതിമാനായ ഭരണാധികാരിയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുകഴ്ത്തൽ. പാർട്ടി വിടാനുള്ള തീരുമാനമെടുത്ത ശേഷമാണ് തങ്ങൾ സുധാകരനെ ബന്ധപ്പെട്ടതെന്നും VD സതീശൻ പറഞ്ഞു. UDF പ്രവർത്തകരോടൊപ്പം പ്രകടനമായാണ് ജി സുധാകരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനെത്തിയത്. സുധാകരനെ പിന്തുണയ്ക്കുന്നതിനെതിരെ നിലപാടെടുത്ത AI ഷുക്കൂർ അടക്കം സുധാകരനൊപ്പം എത്തിയിരുന്നു. ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു. ജി സുധാകരൻ ഒരു നുണയും പറയില്ല. നീതിമാനായ ഭരണാധികാരിയായിരുന്നു. നീതിമാനായ ഭരണാധികാരി 1000 കോടി കിട്ടിയ 140 MLA-മാർക്ക് വീതം ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ അതിൽ രാഷ്ട്രീയമൊന്നും നോക്കാതെ നേരെ ഏതാണ് നെറി ഏതാണെന്ന് നോക്കിയിട്ട് തീരുമാനമെടുക്കും. അങ്ങനത്തെ ആളാണെന്ന് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നിയമസഭയിൽ വേറൊരു മന്ത്രിയെക്കുറിച്ച് എനിക്ക് ഇതുവരെ പറയാൻ, LDF മന്ത്രിയെക്കുറിച്ച് പറയാൻ, CPM മന്ത്രിയെക്കുറിച്ച് പറയാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോഴും ആദരവുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞത് വിശ്വസിക്കുള്ളൂ. കൂടുതൽ വിവരങ്ങളുമായി മനീഷ് ചേരുകയാണ്. മനീഷ്, അങ്ങനെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു അല്ലേ ജി സുധാകരൻ? അമ്പലപ്പുഴയിൽ കാണാൻ പോകുന്നത് CPIM-ഉം ജി സുധാകരനും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടമാണ്. അതിന് കോൺഗ്രസിന്റെ പിന്തുണ എത്രത്തോളം എന്നുള്ളതാണ് വലിയ ഘടകം. അതിപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ജി സുധാകരനെ പുകഴ്ത്തുന്നു. എതിർപ്പ് അറിയിച്ചിരുന്നവരൊക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുമ്പോൾ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ ഹാപ്പിയായി ജി സുധാകരൻ സമർപ്പിച്ചു അല്ലേ പത്രിക? അതേ റോഷ്നി, വലിയ ആകാംക്ഷയോടെ നോക്കിക്കണ്ടത് എത്രത്തോളം അമ്പലപ്പുഴയിലെ കോൺഗ്രസ് ഘടകം ജി സുധാകരനുമായി എത്രത്തോളം ചേർന്ന് പ്രവർത്തിക്കുമെന്നത് ഏറ്റവും വലിയ ചോദ്യചിഹ്നം. ഒപ്പം തന്നെ നിലവിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന KPCC ജനറൽ സെക്രട്ടറി A ഷുക്കൂർ അടക്കമുള്ള ആളുകൾ ജി സുധാകരനുമായി സഹകരിക്കുമെന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. പക്ഷേ നിലവിൽ ജി സുധാകരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് എത്തിയപ്പോഴും അവിടെ എത്തി ഷുക്കൂർ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എത്തിയിരുന്നു. സാധാരണഗതിയിലൊക്കെ തന്നെ നിലവിൽ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ ചിഹ്നമോ പാർട്ടി കൊടികളോ പതാകകളോ ഉപയോഗിക്കാറില്ല. ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും സ്വാഭാവികമായി അത് ഉപയോഗിച്ചില്ല. പക്ഷേ ത്രിവർണ്ണ പതാകയടക്കം ഒപ്പം തന്നെ കോൺഗ്രസിന്റെ തൊപ്പിയടക്കം ജി സുധാകരനെ അണിയിച്ചെങ്കിലും അദ്ദേഹം അത് പൂർണ്ണമായി ഈ കളക്ടറേറ്റിലേക്ക് എത്തുന്ന സമയത്ത് അത് ഉപയോഗിക്കാൻ തയ്യാറായില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം ഇപ്പോഴും വിട്ടുനിൽക്കുകയാണ്. കാരണം അമ്പലപ്പുഴയിൽ MJ ജോബ് അടക്കമുള്ള ആളുകൾ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചതോടുകൂടി തന്നെ ഈ സുധാകരന്റെ സ്ഥാനാർത്ഥി വന്നതോടുകൂടി തന്നെ MJ ജോബ് ഇപ്പോൾ നിലവിൽ പാർട്ടി വിട്ട് BJP പാളയത്തിലാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ അങ്ങനെ ഒരു അസ്വാരസ്യമുണ്ട്. ഒപ്പം തന്നെ പിണറായി വിജയനെ സംബന്ധിച്ചുള്ള സ്തുതി, അദ്ദേഹം മൂന്നാമതും മുഖ്യമന്ത്രിയാകുന്നതിൽ സന്തോഷമെന്നുള്ള ജി സുധാകരന്റെ പ്രതികരണം പിന്നീട് അദ്ദേഹം തിരുത്തിയെങ്കിൽ കൂടി അദ്ദേഹത്തോട് പൂർണ്ണ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന എത്ര കോൺഗ്രസ് പ്രവർത്തകരുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റർ ബാനർ പ്രചരണങ്ങൾ ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഇന്ന് വൈകിട്ട് കൂടി തന്നെ ജി സുധാകരന്റെ പോസ്റ്റർ ബാനർ പ്രചരണങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് നേതൃത്വം അറിയിക്കുന്നത്. UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടി എത്രത്തോളം ഈ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഓളം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശേഷം ആലപ്പുഴയുടെ തീരദേശ മേഖലയിൽ ജി സുധാകരനുമായി ബന്ധപ്പെട്ട ഒരു റോഡ് ഷോ സംഘടിപ്പിക്കാനാണ് UDF-ന്റെ തീരുമാനം. ആ റോഡ് ഷോയിൽ വലിയ രീതിയിൽ ആളുകളെ എത്തിക്കാനുള്ള ചില സംഘടന നടത്തുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ആളുകൾ വരും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. പക്ഷേ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ജി സുധാകരനുള്ള സ്വീകാര്യത വോട്ടുകളായി മാറ്റാനുള്ള രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 190 മണ്ഡലം കമ്മിറ്റി അടക്കം രൂപീകരിച്ചുകൊണ്ട് CPIM അതിന്റെ എല്ലാ സംഘടനാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം മണ്ഡലത്തിൽ ആരംഭിക്കുകയാണ്. ഇന്ന് വൈകിട്ടും കൂടി ജി സുധാകരന്റെ പോസ്റ്ററോ ബാനറോ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ ജി സുധാകരനെ സംബന്ധിച്ചുള്ള പ്രചരണങ്ങൾ ആദ്യഘട്ടം പോലും മണ്ഡലത്തിൽ ആരംഭിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോഷ്നി.